കൊച്ചി മരടിൽ യുവതിയെ മർദ്ദിച്ച യുവമോർച്ച നേതാവ് ഗോപു പരമശിവൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. അബ്ദുൾ റഹീം കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അബ്ദുൾ, എന്താണ് സംഭവം? ാണ് യുവതിക്ക് നേരിട്ടതെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം വലിയ രീതിയിൽ തന്നെ ഈ ഗോപു യുവതിയെ മർദ്ദിച്ചു തരുന്നതായാണ് ഇപ്പോൾ പോലീസിന് യുവതി നൽകിയിരിക്കുന്ന മൊഴി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്നവരായിരുന്നു. പല ദിവസങ്ങളിലായി പറയുന്നത് പോലെ തന്നെ മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചവരെ വളരെ പരുക്കമായ രീതിയിൽ തന്നെ യുവതിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഗോപു. യുവതിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇയാൾ പോലീസിൽ പരാതി നൽകാൻ എത്തുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് യുവതിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി പോലീസിനെ നേരിട്ട് തന്നെ തനിക്കേറ്റ മർദ്ദനം കാണിച്ചു നൽകുകയായിരുന്നു. ഉടൻ തന്നെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഗോപുവിനെ പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. യുവതിയെ അല്പസമയത്തിനകം മെഡിക്കലിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കൂടാതെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ അതിക്രൂരമായ ഒരു മർദ്ദനമാണ് യുവതിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ നിലവിൽ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായ ഉടനെ തന്നെ ഒരുപക്ഷെ ഗോപുവിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.